വേണ്ടി ഫ്ലൈറ്റിൽ കൈവച്ച് വായിലേക്ക് എത്തുമ്പോഴാണ് ഫോൺ വരുന്നത്. ലാൻഡ് ഫോണാണ്. ഉപ്പ ഉടനെ വരണം, ഇർഫാൻ്റെ ഫോണാണ്. ഇഞ്ഞാക്ക് സുഖം ആക്സിഡൻ്റ് ആയിട്ടുണ്ട്. കാരവൽ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നിശ്ചലമായി കിടക്കുന്ന ബോഡിയാണ്. 2 പൈതങ്ങളെ ഇവിടെ ബാക്കിയാക്കിക്കൊണ്ടാണ് ആ പൊന്നുമോൾ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത്. നേരെ മകളുടെ മയ്യത്ത് കബറടക്കിയിട്ട് ആ മനുഷ്യൻ ചെന്നത് MIC ഹാജിമാരുടെ ഹജ്ജ് സംഘത്തെ നയിച്ചുകൊണ്ട് മക്കയിലേക്കാണ്. ആ മക്കയിൽ യാത്രയിൽ ഒരിടത്ത് പോലും ആ മനുഷ്യൻ പൊട്ടിയില്ല, ഒരിടത്ത് പോലും ആ വേദന പറഞ്ഞില്ല, ഒരിടത്ത് പോലും കണ്ണീരൊലിപ്പിച്ചില്ല. ഞാൻ പോക്ക് ക്യാൻസലാക്കി കഴിഞ്ഞാൽ ഇവർ പെരുവഴിയിലാകും എന്നെ വിശ്വസിച്ചുകൊണ്ട്, ഈ സ്ഥാപനത്തെ വിശ്വസിച്ചുകൊണ്ട് പാസ്പോർട്ട് തന്ന ഇവർ ഏതെങ്കിലും ഒരു തരത്തിൽ അപകടത്തിൽപ്പെട്ടു പോകും, പ്രയാസപ്പെട്ടു പോകും എന്ന് കണ്ട മനുഷ്യൻ, ഏതൊരു മനുഷ്യനും 2 ചെറിയ പെൺകുട്ടികളെ ബാക്കിയാക്കിയിട്ട് മരിച്ച മകളുടെ മയ്യത്ത് കബറടക്കിയാൽ ഏതൊരു മനുഷ്യനും 1-2 ആഴ്ച വിശ്രമിക്കാതെ വീട്ടിൽ നിൽക്കാതെ പോവില്ല. ആ മനുഷ്യൻ നേരെ ചെന്നത് മക്കയിലേക്കാണ്.